എൻ്റെ പുതിയ പുസ്തകം ഏറ്റവും ഇളയ കുട്ടിയുടെ കണ്ടന്റ് തീം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാം ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ കുട്ടിക്കാലം, നമ്മളുടെ ഉള്ളിലുള്ള കുട്ടി, അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ. അങ്ങനെ ഒരു സംഗതിയെക്കുറിച്ച് അറിവില്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ വിഷമം വരുന്നു വിചാരിക്കുക. അപ്പോൾ എത്ര നമ്മളെ സമാധാനപ്പെടുത്തിയിട്ടും ആ സിറ്റുവേഷൻ കഴിഞ്ഞു പോയിട്ടും നമ്മുടെ ഉള്ളിലിരുന്ന് എന്തോ ഒന്ന് സാധനം വിങ്ങുന്നുണ്ടെങ്കിൽ, എന്തോ ഒന്ന് നമ്മളിങ്ങനെ തോണ്ടി വലിക്കുന്നുണ്ടെങ്കിൽ, അത് ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കുട്ടിക്ക് ഓക്കെ ആയിട്ടുണ്ടാവില്ല ആ സിറ്റുവേഷൻ. ആ കുട്ടിക്ക് വേണ്ടി ആരും സ്റ്റാൻഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നും, കുട്ടിക്ക് വേണ്ടി ആരും സംസാരിച്ചിട്ടില്ല, കുട്ടി ഭയങ്കര പ്രൊട്ടക്റ്റഡ് അല്ലാത്തൊരു ഫീലിൽ ഇരിപ്പുണ്ടാവും. അങ്ങനെയുള്ള സംഗതികൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫിൽ ഇങ്ങനെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് പൊക്കിയാനുള്ളൊരു ചാൻസസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കോച്ചിങ് സെഷൻസിൻ്റെ ഒക്കെ ബാക്കിയായിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഐഡിയക്കകത്തുനിന്നാണ് ഈ കഥയിൽ ഇങ്ങനത്തെ ഒരു കോർ എലമെൻറ്റ് വെക്കാൻ ഞാൻ തീരുമാനിക്കുന്നത്. സോ നിങ്ങൾ ഇങ്ങനത്തെ ടോപ്പിക്കൊക്കെ വായിക്കാനും എക്സ്പ്ലോർ ചെയ്യാനും ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാണ് എൻ്റെ പുസ്തകം ഏറ്റവും ഇളയ കുട്ടി. എൻ്റെ രണ്ടാമത്തെ നോവലും മൂന്നാമത്തെ പുസ്തകമാണ്. പുസ്തകം ആമസോണിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ